ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പം കുറച്ച് ആഴ്ചകളായിട്ട് നോറേനെ ബിഗ് ബോസ് വല്ലാണ്ട് അങ്ങോട്ട് ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇത് എങ്ങോട്ടാണ് ഉയർത്തിക്കൊണ്ട് പോകുന്നതെന്ന് മാത്രം മനസ്സിലായില്ല. കാരണം അവിടെ എന്തെങ്കിലും ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ ഉയർത്തിക്കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിന് അർത്ഥമുണ്ട്. ഇതൊന്നും ചെയ്യാതെ ടാസ്കുകളിലും വെറും വേസ്റ്റ്, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളിലോ എന്തെങ്കിലും സംസാരങ്ങളിലോ എന്ത് പ്രകടനത്തിലാണെന്നുണ്ടെങ്കിലും സീറോ പെർഫോമൻസിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെയാണ് അനാവശ്യമായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മൂന്നാഴ്ചകളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വീക്കെൻഡ് എപ്പിസോഡുകൾ, അതായത് നോർമൽ എപ്പിസോഡുകളിലൊന്നും ഈ ഒരു പറയുന്ന നോറ എന്ന കണ്ടസ്റ്റൻറ്റിന് ഒന്നും ചെയ്യാനില്ല. പേഴ്സണൽ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും എന്ത് പ്രകടനം നടത്താൻ പറഞ്ഞു കഴിഞ്ഞാലും അതിലൊക്കെ സീറോ പെർഫോമൻസ് ആയിരിക്കും. എല്ലാത്തിലും അട്ടർ ഫ്ലോപ്പ്. പിന്നെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന ടാസ്കുകളിൽ മാത്രം ഗ്രൂപ്പ് ജയിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നിന്ന് ജയിച്ചു എന്നുള്ള രീതിയിൽ വരുന്നതല്ലാതെ എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് എന്ന രീതിയിലേക്ക് ഏറ്റവും സീറോ ലെവലിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നോറ. സംസാരിക്കുന്ന കാര്യങ്ങളിൽ പോലും ഒരു വ്യക്തതയില്ല. മറ്റുള്ളവരെ വെറുതെ തേച്ചൊട്ടിക്കുക എന്ന രീതിയിലോ അല്ലെന്നുണ്ടെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്ന രീതിയിലോ അല്ലാതെ മികച്ച രീതിയിലെന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. പിന്നെ കുറച്ച് നാളായിട്ട് ഈ ക്യാമറയ്ക്ക് മുന്നിൽ പോയിട്ടുള്ള ഒരു കരച്ചിൽ നാടകം മാത്രമാണ് ഇല്ലാതെ വരുന്നത്. അത് ആദ്യം വന്ന സമയം മുതൽ ഇത് കരച്ചിൽ നാടകമായിരുന്നു. ഇപ്പോൾ അതിനൊരു കുറവുണ്ട്. അത് തന്നെ പകുതി ആശ്വാസം. എന്നാൽ അതിന് പകരമായിട്ട് ബിഗ് ബോസ് എല്ലാ ആഴ്ചകളിലും വന്നിട്ട് ഈ ഒരു ആഴ്ച എല്ലാ എപ്പിസോഡുകളിൽ നടക്കാത്ത സംഭവത്തിനും നോറയ്ക്ക് കിട്ടാത്ത അവസരങ്ങളെല്ലാം എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും വന്ന് നോറയ്ക്ക് സംസാരിക്കാനും പറയാനും ഒരു അവസരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നോറ നോറ നോറ. ലാലേട്ടൻ ഇത് മാത്രമേ പറയാമുള്ളൂ. എന്ത് ടാസ്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നോറയുടെ അഭിപ്രായം പറയും. എന്തിനാണ് നോറയുടെ അഭിപ്രായം പറയുന്നത്? നോറയുടെ അഭിപ്രായം പറയാനും ചെയ്യാനുമുള്ള അവസരങ്ങൾ ഈ പറയുന്ന എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാതെയും പറയാതെ ഇരിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ വീക്കെൻഡിൽ വിളിച്ചു കഴിഞ്ഞ് വെറുതെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് പ്രേക്ഷകർക്ക് ഇടയിലേക്ക് ഇട്ട് തരികയാണ്. ഈ കണ്ടസ്റ്റൻറ്റ് മികച്ചതാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അനാവശ്യമായിട്ടുള്ള എന്താ പറയുക പുരസ്കാരങ്ങൾ കൊടുക്കുന്നു. ഒരു മികച്ച സോൾജിയർ എന്ന് പറഞ്ഞ അവാർഡൊക്കെ കൊടുക്കാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കൊടുത്തത്? ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്നതിൻ്റെ പേരിലോ? അവിടെ മികച്ച രീതിയിൽ കളിച്ച കണ്ടസ്റ്റൻസ് ഉണ്ട്, അവർക്കൊന്നും കൊടുക്കാതെ നോറയ്ക്ക് കൊടുക്കുന്നു. ഇതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് മനസ്സിലാക്കണം. ഒരു കോംബോ സപ്പോർട്ട് ചെയ്ത് പോയിട്ട് ഇപ്പം ബിഗ് ബോസിൻ്റെ അവസ്ഥ ബിഗ് ബോസിന് തന്നെ അറിയാം. പ്രേക്ഷകർ പ്രതികരിച്ചു തുടങ്ങുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗബ്രീനെ പുറത്താക്കേണ്ടി വരെ അവസ്ഥ എത്തി. ശരിയാണ്, വോട്ട് കുറവായതുകൊണ്ട് തന്നെയാണ് പുറത്താക്കിയത്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് നല്ലൊരു മികച്ച കണ്ടസ്റ്റൻറ്റിനെയാണ് അവിടെ നഷ്ടമായത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ആരെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് പൊക്കി എവിടം വരെ ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാലും പ്രേക്ഷകരെ വലിച്ച് താഴെ ഇടുക തന്നെ ചെയ്യും. അതുതന്നെയാണ് നോറയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. കാരണം പ്രേക്ഷകർക്ക് അവിടെ ഇരുന്ന് നിങ്ങളുടെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന കണ്ടസ്റ്റൻറ്റിനെ അല്ല കാണേണ്ടത്, മികച്ച പ്രകടനം നടത്തുന്ന കണ്ടസ്റ്റൻറ്റിനെയാണ് പ്രേക്ഷകർക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ആഴ്ചയും ഒന്ന് നോറ 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 എന്നും പറഞ്ഞുകൊണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ പറയുന്ന അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡുകളിൽ നോറ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഗസ്റ്റായിട്ട് വന്ന ഒരാളെ എവിക്റ്റ് ചെയ്തുകൊണ്ടാണ് നോറ എന്ന കണ്ടസ്റ്റൻറ്റിനെ ഇന്നലെ ബിഗ് ബോസ് സേവ് ചെയ്തിരിക്കുന്നത്. കാരണം ഗബ്രിക്ക് പുറമെ അടുത്ത വോട്ട് കുറവായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയായിരുന്നു നോറ. അപ്പം ഡബിൾ വിഷൻ ഇവിടെ നടന്നില്ല. ഡബിൾ വിഷൻ എന്ന പേരിൽ നമ്മുടെ ലതീഷിനെയാണ് എവിറ്റ് ചെയ്തത്. കാരണം ഗസ്റ്റായിട്ട് വന്ന ഒരു കണ്ടസ്റ്റൻ്റ് അല്ലാത്ത ഒരു വ്യക്തിനെ എങ്ങനെയാണ് എവിറ്റ് ചെയ്യുന്നത്? സമയം കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരിക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ നൈസായിട്ട് നോറയുടെ ആ ഒരു എവിക്ഷന് ഇവർ നൈസായിട്ട് സൈഡിൽ കൂടെ ഒഴിവാക്കി. അപ്പം മാക്സിമം ഇവർ നോറയ്ക്ക് വേണ്ടി എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും കൊടുത്തു വരുന്നുണ്ട്. ഇതുവരെയും ജാസ്മിൻ ഗബ്രി കോംബോയിലായിരുന്നു ശ്രദ്ധയെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ ഈ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ബിഗ് ബോസ് മറക്കാതിരിക്കുക. പ്രേക്ഷകർ പ്രതികരിക്കുക തന്നെ ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.